I have decided to follow Jesus. No turning back, no turning back. യേശുവിൻ പിൻപേ പോകാൻ ഉറച്ചു, പിന്തിരിയുകയില്ല. നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും ഈ പാട്ട് തീരുമാനത്തിന്റെ സമയത്ത് നാം പാടിയിട്ടുണ്ട്. യേശു കർത്താവിനെ പിൻപറ്റുന്ന സമയത്ത്, ജീവിതത്തിൽ നിർണായകമായ ആത്മീയ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും പാടിയിട്ടുള്ള ഒരു പാട്ടാണിത്. അത് യേശുവെ, അങ്ങയുടെ പുറകെ ഞാൻ ഇറങ്ങി തിരിഞ്ഞിരിക്കുന്നു, ഞാൻ ഇനിയും പുറകോട്ടില്ല. ആസമിലെ ഗാരോ ഗോത്രവർഗത്തിലെ നൊക്സങ് എന്നൊരു ദൈവഭക്തന്റെ ജീവിതത്തിലെ അവസാന വാക്കുകളാണിത്. ഏകദേശം 150 വർഷങ്ങൾക്ക് മുമ്പ് വെയിൽസിൽ ഉണ്ടായ ഉണർവിന്റെ പരിണിത ഫലമായി ചില മിഷണറിമാർ ആസമിലെ ഗാരോ ഗോത്രത്തിലും വന്നെത്തി. അവർ അവിടെ വന്ന് യേശുവിന്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ തുടങ്ങി. എന്നാൽ ആരും തന്നെ യേശുവിന്റെ സുവിശേഷത്തെ സ്വാഗതം ചെയ്തില്ല. എന്നാൽ ഒരുവൻ, നൊക്സങ്, അദ്ദേഹം യേശുവിന്റെ സുവിശേഷത്തെ അംഗീകരിച്ചു. അദ്ദേഹം കുടുംബമായി ഈ യേശുവിന്റെ സുവിശേഷത്തിന്റെ സന്തോഷം അവർ അനുഭവിച്ച സന്തോഷം ഗാരോ ഗോത്രവർഗത്തിലുള്ള മനുഷ്യരെ തിന്നുന്നവരോട് അറിയിക്കുന്നതിനു വേണ്ടി അവർ തീരുമാനമെടുത്തു. അവർ കർത്താവായ യേശുവിന്റെ സുവിശേഷവുമായി അവരുടെ ഗോത്രത്തിലേക്ക് ചെന്നിറങ്ങി. അവർ യേശുവിന്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ തുടങ്ങിയപ്പോൾ മുതൽ ആ ഗോത്രവർഗക്കാരും ഗോത്രത്തലവനും അവർക്ക് എതിരായി. അവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന യേശുവിന്റെ സുവിശേഷത്തെ അവർ തള്ളിപ്പറയണമെന്ന് നൊക്സങ്ങിനോട് കുടുംബമായി ഗോത്രസഭ ആവശ്യപ്പെട്ടു. ഒരു ദിവസം നൊക്സങ്ങിനെതിരായി ഒരു അടിയന്തര ഗോത്രസഭ മീറ്റിംഗ് അവിടുത്തെ ഗോത്ര തലവൻ വിളിച്ചുകൂട്ടി. അതിന്റെ നടുവിൽ നൊക്സങ്ങിനെയും ഭാര്യയും 2 കുഞ്ഞുങ്ങളെയും നിർത്തിയതിനു ശേഷം നൊക്സങ്ങിനോട് ഇങ്ങനെ ആവശ്യപ്പെട്ടു: നൊക്സങ്ങെ, ഇന്ന് ഈ യേശുവിന്റെ സുവിശേഷത്തെ തള്ളിപ്പറയുവാനുള്ള അവസാന അവസരം ഞങ്ങൾ നിങ്ങൾക്ക് നൽകുകയാണ്. ഇന്ന് ഈ യേശുവിന്റെ സുവിശേഷം തള്ളിപ്പറഞ്ഞാൽ നിങ്ങൾക്ക് ജീവനോടുകൂടെ ഇവിടുന്ന് നടന്ന് ഈ ഗ്രാമത്തിൽ തന്നെ സമാധാനമായി പാർക്കാം. എന്നാൽ മറിച്ച് ഇന്ന് ഈ യേശുവിന്റെ സുവിശേഷത്തിന് പുറകെ പോകുവാൻ തീരുമാനം നിങ്ങൾ എടുത്താൽ നിങ്ങളെ കുടുംബമായി ഞങ്ങൾ അമ്പെയ്ത് കൊല്ലുവാൻ പോവുകയാണ്. നൊക്സങ്ങിന്റെ 2 പുത്രന്മാരെയും നടുവിൽ നിർത്തിയതിനു ശേഷം അമ്പും വില്ലും കൊലച്ചു നിൽക്കുന്ന പടയാളികൾ നൊക്സങ്ങിന്റെ കുഞ്ഞുങ്ങളെ എയ്യുന്ന സമയത്ത് നൊക്സങ്ങിനോട് അവസാനത്തെ ചോദ്യം ചോദിച്ചപ്പോൾ നൊക്സങ് ഇങ്ങനെ തന്റെ വാ തുറന്ന് പറഞ്ഞു: I have decided to follow Jesus. No turning back, no turning back. യേശുവിൻ പിൻപേ പോകുവാൻ ഉറച്ചു, ഞാൻ പിന്തിരിയുകയില്ല. നൊക്സങ്ങിന്റെ 2 കുഞ്ഞുങ്ങളും അമ്പേറ്റ് നിലത്ത് പടയുന്ന സമയത്ത് നൊക്സങ്ങിനോട് അടുത്ത ചോദ്യം: നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നിന്റെ ഭാര്യയുമായി ഒരുമിച്ച് ജീവിക്കുവാനുള്ള അവസാന അവസരം നൽകുകയാണ് ഈ യേശുവിനെ തള്ളിപ്പറയുക. നൊക്സങ് തന്റെ വാ തുറന്ന് അതിശക്തമായി ഇങ്ങനെ താൻ വീണ്ടും പറഞ്ഞു: Though no one joins me, still I will follow. Though no one joins me, still I will follow. ആരും എന്റെ പുറകെ വന്നില്ലെങ്കിലും ഞാൻ ഈ യേശുവിന്റെ പുറകെ തന്നെ പോകും. ആ ഭാര്യയെ തന്റെ മുമ്പിൽ നിർത്തി അമ്പെയ്ത് ആ ഭാര്യയും നിലത്തു വീണു. ആ ഭാര്യയും രക്തസാക്ഷിയായി തന്റെ കുഞ്ഞുങ്ങളോടുകൂടെ യേശുവിന്റെ സന്നിധി ചേർക്കപ്പെട്ടു. നൊക്സങ്ങിനോട് അവസാനത്തെ ചോദ്യം: നൊക്സങ്ങെ, ഇനിയും നീ വിഡ്ഢിയാകരുത്, നിനക്ക് തന്നെ ജീവിക്കുവാൻ ഒരു അവസരം കൂടെ നൽകുകയാണ്. സമാധാനമായി നിനക്കിവിടെ ജീവിക്കാം, ഞങ്ങൾ നിന്നെ ആരും ഉപദ്രവിക്കാൻ വരികയില്ല. നൊക്സങ്ങിന്റെ മുമ്പിൽ വെല്ലുവിളിച്ച ഗോത്രമഹാസഭയോട് നൊക്സങ് ഇങ്ങനെ പറഞ്ഞു: The world is behind me, the cross is in front of me. The world is behind me, the cross is in front of me. നിങ്ങൾ ഈ പറയുന്ന ലോകം എന്റെ പുറകിലാണ്. എന്റെ മുമ്പിൽ എനിക്ക് കാണുവാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് എന്റെ യേശു കർത്താവ് എനിക്ക് വേണ്ടി മരിച്ച ആ സ്നേഹത്തിന്റെ ക്രൂശ് മാത്രമാണ്. നൊക്സങ് ഇത് പറയുകയും അവിടെ ഉണ്ടായിരുന്ന പടയാളികൾ നൊക്സങ്ങിനെയും അമ്പെയ്ത് നിലത്തു വീഴ്ത്തി. നൊക്സങ്ങും കുടുംബവും പെടഞ്ഞു മരിക്കുന്ന സമയത്ത് ഗോത്രപിതാവ് തന്റെ ഹൃദയത്തോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു: എന്തുകൊണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു രാജ്യത്ത് ജീവിച്ചിരുന്ന യേശു ക്രിസ്തുവിന് വേണ്ടി ഈ 4 പേർ പിടഞ്ഞു മരിക്കുവാൻ, അമ്പേറ്റു മരിക്കുവാൻ തയ്യാറായി? നൊക്സങ്ങിനെ കൊന്ന ഗോത്രപിതാവ് തന്റെ ഹൃദയത്തോട് ഇങ്ങനെ ചോദിക്കുവാൻ തുടങ്ങി: കൊന്ന എനിക്കില്ലാത്ത സന്തോഷം എങ്ങനെ അമ്പെയ്തു വീണ ഇവന്റെ ഹൃദയത്തിലുണ്ടായി? എന്റെ ഉള്ളിൽ കയ്പും പകയും പിണക്കവും വിദ്വേഷവുമാണ്. എന്നാൽ പിടഞ്ഞു മരിച്ച നൊക്സങ്ങിന്റെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടായിരുന്നു. എനിക്കും വേണം ഈ സന്തോഷം. ആ ഗോത്രപിതാവ് അവിടെ വെച്ച് തന്നെ നൊക്സങ്ങിന്റെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന് തന്റെ ജീവിതത്തെ സമർപ്പിച്ചു. ആ ഗോത്രപിതാവ് മാത്രമല്ല, ആ ഗോത്രത്തിലുള്ള സകലരും യേശു കർത്താവിന്റെ പുറകെ പോകുവാനുള്ള ഒരു തീരുമാനമെടുത്തു. പ്രിയരെ, യേശു കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് യേശുവുമായി അഭേദ്യമായ ഒരു ബന്ധത്തിൽ ആകുവാനാണ്.
യേശുമായി ആഴമായ ഒരു ബന്ധം, യേശു കർത്താവിന്റെ പുറകെ പോകുവാനുള്ള ഉറച്ച തീരുമാനമുള്ളവരെയാണ് യേശു കർത്താവിന് ആവശ്യം. അവർക്ക് മാത്രമേ യേശു കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ സാധ്യമാവുകയുള്ളൂ. ഈ ലോകത്തിലെ എല്ലാവരും എന്തിന്റെയൊക്കെ പുറകെ പോവുകയാണ്. ചിലർ വിദ്യാഭ്യാസത്തിന്റെ പുറകെ, ചിലർ പണത്തിന്റെ പുറകെ, ചിലർ പ്രശസ്തിയുടെ പുറകെ. നാം പിൻപറ്റുന്ന എല്ലാം തന്നെ നമ്മളെ ഒരിക്കൽ വിട്ടുവിട പറയും. എന്നാൽ പിൻപറ്റുവാൻ യോഗ്യനായ ഒരേ ഒരുവൻ മാത്രമേ ഈ ഭൂമുഖത്തുള്ളൂ. അതാണ് കർത്താവായ യേശു ക്രിസ്തു. നമ്മുടെ ജീവിതത്തിന് ലക്ഷ്യബോധം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിന് സാക്ഷാത്കാരം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിന് സമൃദ്ധി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, സമാധാനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ യേശു കർത്താവിന്റെ പുറകെ പോയേ മതിയാവുകയുള്ളൂ. യേശു കർത്താവിനെ പിൻപറ്റുക എന്നാൽ അതിന്റെ അർത്ഥം സ്ട്രൈവിംഗ് ടു ബി ലൈക്ക് ഹിം എന്നുള്ളതാണ്. യേശു കർത്താവിനെ പോലെ ആവുക എന്നുള്ളതാണ്. യേശു കർത്താവിനെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ അത് 3 അർത്ഥങ്ങളായി നമുക്കതിനെ കാണാവുന്നതാണ്. ഒന്നാമതായി ബീയിങ് ലൈക്ക് ഹിം, യേശു കർത്താവിനെ പോലെ ആവുക എന്നുള്ളതാണ്. യേശു കർത്താവിന്റെ പുറകെയാണ് ഞാനെന്ന് പറഞ്ഞിട്ട് യേശു കർത്താവിനെ പോലെ നമുക്കാകുവാൻ സാധ്യമാകുന്നില്ലെങ്കിൽ നാം പിൻപറ്റുന്നത് മറ്റെന്തിനെയാണ്. രണ്ടാമതായി യേശു കർത്താവിനെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ ടു ബി വിത്ത് ഹിം എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിനോട് കൂടെ എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിനെ പിരിയാതെ യേശു ക്രിസ്തുവിനോട് കൂടെ സകലതും ചെയ്യുന്ന ആത്മീയ അനുഭവം. അതൊരു ഓൺലൈൻ ഒരു കോഴ്സ് വഴി നമുക്ക് പഠിക്കുവാൻ പറ്റുന്ന കാര്യമല്ല. ഈ പ്രസംഗം കേട്ടതുകൊണ്ടോ, നമ്മൾ ലോകത്തുള്ള എല്ലാ ആരാധന പാട്ടുകൾ കേട്ടതുകൊണ്ടോ, താളം തുള്ളിയതുകൊണ്ടോ നമുക്ക് ലഭ്യമാകുന്ന ഒരു അനുഭവമല്ല. യേശു കർത്താവുമായി ഒരുമിച്ച് ജീവിക്കുന്ന, ഒരുമിച്ച് കൂട്ടായ്മ ചെയ്യുന്ന, വചനത്തിലൂടെ യാത്ര ചെയ്യുന്ന, പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെ യേശുവിനെ കണ്ടെത്തുന്ന, യേശു കർത്താവിന്റെ സമൃദ്ധിയിൽ ജീവിക്കുന്ന ആത്മീയ അനുഭവമാണ് യേശുവിനെ ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞാൽ. യേശുവിനെ ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞാൽ മൂന്നാമതായി അതിന്റെ അർത്ഥം ഒബേ ഹിം എന്നുള്ളതാണ്. യേശു കർത്താവ് പറയുന്നത് മുഴുവനും അനുസരിക്കുക എന്നുള്ളതാണ്. ഇനിയും എന്റെ ഇഷ്ടമല്ല, യേശുവിന്റെ ഇഷ്ടമാണ് എന്റെ ജീവിതത്തിൽ വേണ്ടത്. ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ് എന്ന് നോക്സങ് തന്റെ വാഗുകൊണ്ട് തുറന്നു പറഞ്ഞു. അതിനെ പിന്നീട് സൈമൺ മാറാക്ക് എന്നൊരു വ്യക്തി അതിന്റെ വരികൾ പൂർത്തീകരിച്ചു. സാധു സുന്ദർ സിംഗ് ആണ് ഇതിനെ ഒരു കീർത്തനമായി ചിട്ടപ്പെടുത്തിയത്. ലോകത്തിലെ സകല പ്രശസ്തരായ പ്രസംഗകരും വർഷിപ്പ് ലീഡേഴ്സും അവർ യേശു കർത്താവിന് വേണ്ടി ജനങ്ങൾ ഹൃദയം കൊടുക്കുന്ന സമയത്ത് അവർ ജനങ്ങളെ കൊണ്ട് ഏറ്റുപാടിപ്പിക്കുന്ന പാട്ടാണ് ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്. എന്നാൽ ഇതിന്റെ പുറകിലുള്ള കഥ എന്ന് പറയുന്നത്, അത് ഉരുത്തിരിയുന്നത് നമ്മുടെ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനമായ ആസാമിലെ ഗോത്രവർഗക്കാരുടെ ഇടയിൽ നിന്ന് യേശു കർത്താവിനെ കണ്ടെത്തിയ നോക്സങ് എന്ന് പറയുന്ന ഒരു ദൈവഭക്തന്റെ വായിൽ നിന്നാണ്. സാധു സുന്ദർ സിംഗ് ഇങ്ങനെയാണ് പറഞ്ഞത്, യേശു കർത്താവിന് വേണ്ടി മരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, അത് ഒരു ദിവസം കൊണ്ട് നിനക്ക് ചെയ്യാവുന്നതാണ്. എന്നാൽ യേശു കർത്താവിന് വേണ്ടി ജീവിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടേറിയ സംഗതി. യേശു കർത്താവിന് വേണ്ടി ജീവിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നീ മരിക്കുക തന്നെ ചെയ്യണം. എന്റെ ആഗ്രഹങ്ങൾ മരിക്കണം, എന്റെ ഇച്ഛകൾ മരിക്കണം. ഞാൻ അനുസരിക്കുന്നത് യേശു ക്രിസ്തുവിനെ മാത്രമായിരിക്കണം. ഞാൻ ആയിത്തീരേണ്ടത് യേശു ക്രിസ്തുവിനെ പോലെയാണ്. ഇന്ന് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നത് ഒരു തീരുമാനമെടുക്കുവാൻ. അതെ, 2 തീരുമാനങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. മേക്ക് എ ഡിസിഷൻ, 1 ഡിസിഷൻ. യേശു കർത്താവിന് പുറകെ പോകുവാൻ ഞാൻ തീരുമാനിക്കുകയാണ്. എന്തെല്ലാം വന്നാലും ഞാൻ ഈ യേശുവിന്റെ പുറകെ തന്നെ പോകും. ഈ ലോകം എന്റെ പുറകിലാണ്.